بسم الله الرحمن الرحيم. نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇപ്പോൾ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന ഒരു അനുഭവകരമായ സത്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഇൻസൈറ്റ് ഇസ്ലാമിക പ്രദർശനത്തിലെ ഈ കുടുംബ സംഗമത്തിലെ ഈ വിഷയാവതരണം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നാം വിലപ്പെട്ട സമയവും സമ്പത്തും അധ്വാനങ്ങളും എത്ര തന്നെ വിനിയോഗിച്ചാലും അതെല്ലാം കണക്കില്ലാതെ വിനിയോഗിച്ച് അതിൻ്റെ സമാപനങ്ങളിൽ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ മാനസിക ദുഃഖവും ഖേദവുമാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. ഇവിടെയും നാം പതിനായിരങ്ങൾ ചിലവഴിച്ചു കൊണ്ടാണ് ഈ പന്തലും സൗകര്യങ്ങളും എക്സിബിഷനും ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷേ ഇതിൻ്റെ തുടക്കത്തിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രദർശന നഗരിയിൽ വളണ്ടിയറായി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പലരും സ്വന്തം വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലിടപെടുന്നതിനേക്കാളും ആത്മാർത്ഥതയോടുകൂടെ ഇവിടെ ഇടപെട്ടിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പതിനായിരങ്ങൾ ചിലവഴിച്ച് വലിയ മനുഷ്യാധ്വാനം വിനിയോഗിച്ച് ഈ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുഃഖമല്ല നമുക്ക് തോന്നുന്നത്.
അത്യധികമായ ആഹ്ലാദവും സന്തോഷവും ആനന്ദവും ആവേശവും നമുക്ക് അനുഭവപ്പെടുന്നു. അത് പരലോകത്തേക്കുള്ള ഏതൊരു പ്രവർത്തനത്തിൻ്റെയും സവിശേഷതയാണ്. എത്ര കണ്ട് വിനിയോഗിക്കുന്നുവോ, എത്ര കണ്ട് ചിലവഴിക്കുന്നുവോ, അതിനനുസരിച്ച് ആനന്ദവും ആഹ്ലാദവും സമാധാനവും നൽകുന്നതാണ് യഥാർത്ഥത്തിൽ മരണത്തിനേക്കപ്പുറത്തേക്ക് നീളുന്ന വിശാലമായ ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ എന്നത് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിൽ പ്രചോദിതരായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമയവും ആരോഗ്യവും സമ്പത്തും ഈ രംഗത്ത് കൂടുതൽ വിനിയോഗിച്ചുകൊണ്ട് ഈ മധുരം ജീവിതത്തിന്റെ നിത്യമധുരമാക്കി തീർക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ദീനിനു വേണ്ടി അത്യധ്വാനം ചെയ്ത് അത് കൺകുളിർമയോടുകൂടെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നഗരിയിൽ വെച്ച് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, വളരെ പ്രാധാന്യം നിറഞ്ഞൊരു വിഷയമാണ് നമ്മളിവിടെ ചർച്ചക്കെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇൻസൈറ്റ് പവലിയനിൽ പ്രദർശനം കാണാൻ വരുന്ന ഒരാൾ ആദ്യമായി കാണുന്ന ഫ്ലെക്സ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം അതിൽ നിന്ന് തുടങ്ങാൻ നിങ്ങളുടെ മനസ്സിൽ ആ ഫ്ലെക്സിലെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ സഹായകമായി തീരും. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മുഖം കാണാത്ത വിധം മുതുകിൽ ഒരു വലിയ ഭാരം തൻ്റെ കയ്യിൽ തൂക്കി നടന്നു പോകുന്ന ഒരു പഥികനെ, ഒരു യാത്രക്കാരനെ, അതാണ് ഇൻസൈറ്റ് പവലിയനിലെ ഒന്നാമത്തെ ഫ്ലെക്സ്. അയാൾ എന്തിൻ്റെ പ്രതീകമാണ് എന്ന് ഒരല്പസമയം ആലോചിച്ചു നിന്നാൽ നമുക്ക് മനസ്സിലാകും. ജീവിതത്തിന്റെ ഭാരം പേറി വിശ്രമമില്ലാതെ ആർക്കൊക്കെയോ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അയാൾ. അത്യധികമായ ത്യാഗപൂർവമായ ഒരു യാത്ര. സഹോദരങ്ങളെ, അയാളുടെ മാത്രം പ്രതീകമല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രതീകമാണത്. നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും വഹിക്കുവാൻ കഴിയാത്തതിലും വലിയ ജീവിത ഭാരങ്ങളെ ചുമന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അടിയും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിനി നടന്നു നീങ്ങാനാകുമോ എന്ന് സംശയിക്കുമാറ്, ആശങ്കപ്പെടുമാറ് നമ്മൾ ഓരോ നിമിഷത്തിലും ഓരോ കാലടികളിലും ആശങ്കയോടുകൂടെയാണ് മുന്നോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ചോദിക്കുന്ന ചോദ്യം, ഈ ഭാരം പേറി മുന്നോട്ടേക്ക് നോക്കി നടന്നു നീങ്ങുന്ന ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതം എങ്ങോട്ടേക്കാണെന്ന ചോദ്യമാണ്. ജീവിത ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് തുടക്കത്തിലെ അധ്യായത്തിൽ അങ്ങനെ ഒരു രംഗം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ നിമിഷം ജീവിതത്തിലെ ഒട്ടനവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിലേറ്റി മുന്നോട്ടു പോകുന്ന ഞാനും നിങ്ങളും ഒരു വേള നമ്മൾ ചുമന്നു പോകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരിടത്തും എനിക്ക് ഇറക്കി വെക്കാനില്ല എന്ന് വിചാരിക്കുമ്പോൾ ആശ്വാസത്തിന്റെ വലിയ ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂറത്തു താഹയിൽ പലപ്പോഴും നമുക്ക് കേട്ടു പരിചയമുള്ള ഒരായത്തുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ചരിത്രം സത്യമായി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് സൂറത്തു താഹയിലൂടെ. എന്നിട്ട് പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. എന്താണ് ആ ആയത്തിന്റെ വ്യാഖ്യാനം? എന്റെ ഉത്ബോധനങ്ങളെ ആരെങ്കിലും അവഗണിച്ചാൽ, തിരിഞ്ഞു കളഞ്ഞാൽ അവന് കുടുസായ ഇടുക്കമാർന്ന ഒരു ജീവിതമുണ്ടായിരിക്കുമെന്നാണ്. ബാഹ്യമായി പലപ്പോഴും അതിന്റെ അർത്ഥമായി പറയാറുള്ളതും അതിന്റെ അർത്ഥത്തോട് യോജിക്കാവുന്നതുമായ ഒരു വ്യാഖ്യാനമാണ്, ജീവിതത്തിൽ നമ്മുടെ തെറ്റായി നാം അനുവർത്തിക്കുന്ന ഏതൊരു കാര്യവും ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന്. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ അതിന് നൽകിയ
വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളോട് അത്യധികം യോജിക്കുന്ന ഒരു ആശയമുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ ആയത്തും മതി ജീവിതത്തിൽ ഉത്തരം കാണാത്ത മുഴുവൻ പ്രതിസന്ധികൾക്കും ഉത്തരം നൽകുന്നതാണ്. സഹോദരങ്ങളെ, ആ സലഫി പണ്ഡിതന്മാരിൽ അത്യധികം ശ്രേഷ്ഠനും വിശുദ്ധ ഖുർആനിലും ഹദീസിലും അവഗാഹമുള്ളതുമായ ആ മഹാപണ്ഡിതൻ അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാകാം, മാരകമായ രോഗങ്ങൾ വരാം, പരിഹരിക്കാനാവില്ലെന്ന് വിചാരിക്കുന്ന ഭൗതിക പ്രതിസന്ധികൾ ഉണ്ടാകാം, ദേഹത്തിനു നഷ്ടം വരാം, സമ്പത്തിന് നഷ്ടം വരാം. എന്തു നഷ്ടങ്ങൾ മനുഷ്യന് സംഭവിച്ചാലും അവന്റെ മാനസികമായ സമാധാനത്തിന്റെ നില തെറ്റിപ്പോകുന്നില്ല എന്നാണ് പറയണത്. ഒരു പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും അതവന്റെ മനസ്സിനെ വേദനിപ്പിക്കുവാനോ മനസ്സിന്റെ നില തെറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലെന്നാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മനുഷ്യന്റെ മാനസികമായ പ്രതിസന്ധികൾ അവന്റെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്ന വിധം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? അവന്റെ കടങ്ങൾ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അവനെ തടസ്സപ്പെടുത്തുന്നത് എപ്പോഴാണ്? അവന്റെ രോഗങ്ങൾ ഇനി എനിക്ക് ജീവിച്ചുകൂടെന്ന് ചിന്തിക്കുമാർ അവന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നത് എപ്പോഴാണ്? അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിന്റെ ശരിയായ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിക്കുള്ള അറിവും വിശ്വാസവും ഹൃദയ തലത്തിൽ നിലനിർത്തിക്കൊണ്ട് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ ആ ജീവിതാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തളർത്തുകയില്ല എന്നാണ്. മരണം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പിൽ എന്റെ മുന്നിൽ സമാഗതമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ഞാൻ തികഞ്ഞ ഒരു വിശ്വാസത്തിന്റെ മനസ്സോടുകൂടെയാണ് മരണത്തിന്റെ മുമ്പിൽ കിടക്കുന്നതെങ്കിൽ ആ മരണത്തിന്റെ വേദനകൾക്ക് എന്നെ തളർത്തുവാനോ എന്റെ സമാധാനം കെടുത്തുവാനോ സാധ്യമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദങ്ക. ആരാണോ എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ, എന്നെ കുറിച്ചുള്ള ശരിയായ വിചാരങ്ങളും സ്മരണകളും ആരുടെ ഹൃദയങ്ങളിൽ നിന്നും ഇല്ലാതാകുന്നുവോ ആ നിമിഷം അവന്റെ ജീവിതം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞതും സമാധാനം നഷ്ടപ്പെട്ടതുമായ ഒരു ജീവിതമായിരിക്കും അവന് ലഭിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യപ്പെടുന്ന കാര്യം? നമ്മുടെ വിശ്വാസങ്ങളിലൂടെ, ദീനിലൂടെ ശരിയായ ഒരു വിശ്വാസിയുടെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുക. ദീൻ നമുക്ക് നൽകുന്ന ശരിയായ വിശ്വാസവും ആശയവും നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റിയാൽ ഏതു സന്ദർഭത്തിലും ഏതു സാഹചര്യത്തിലും സമാധാനത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭൗതികമായി കാണുന്ന ഏതു വഴികളെക്കാളും ഏറ്റവും പ്രധാനം ശരിയായ അർത്ഥത്തിൽ ദീനിനെ മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ ഉൾക്കൊള്ളുവാനും ശരിയായ അർത്ഥത്തിൽ ദീനിന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും ശ്രമിക്കുമ്പോൾ ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത്, ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ വേർപാടിന്റെ സമയത്ത് പോലും അത്തരം ഒരു മനുഷ്യനെ വിശുദ്ധ ഖുർആൻ അഭിസംബോധനം ചെയ്ത് പറയുന്നത് നോക്കൂ നിങ്ങൾ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കുന്നു. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ആ വിളി? അവിടത്തെയും വ്യാഖ്യാന വിശദീകരണങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മരിക്കുന്ന സമയത്തിലും സന്ദർഭത്തിൽ പോലും മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനാവസ്ഥ ശരിയായ വിശ്വാസിയാണെങ്കിൽ അവന് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര വലിയൊരു യാഥാർത്ഥ്യമാണിത്! ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ പ്രതിസന്ധികളും നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു. ഇതിലുള്ള ഏറ്റവും വലിയ അത്ഭുതം സഹോദരങ്ങളിൽ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ശരിയായ തൗഹീദും ദീനും വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ഈ സമാധാനം ഈ വഴിയിലൂടെ ആർജിക്കുവാൻ സാധിക്കുകയുള്ളൂ. പണം കൊണ്ട് കിട്ടാവുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ പണക്കാർക്കൊക്കെ സാധിച്ചേക്കാം. നല്ല ചികിത്സകൾക്ക് അവസരമുള്ള വിശുദ്ധന്മാരെ ലഭ്യമാകുന്നവർക്ക് രോഗത്തിൽ അനുഭവിക്കുന്ന ആശ്വാസം എല്ലാവർക്കും ലഭ്യമായേക്കാം. എന്നാൽ തനിക്ക് വന്ന ഏതു പ്രതിസന്ധികളെയും ഒരു വിശ്വാസത്തിന്റെ മനസ്സോടുകൂടെ നിരീക്ഷിക്കുവാനും വിലയിരുത്തുവാനും സമാധാനിക്കുവാനും നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ്. ഈ കൂട്ടത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ നമ്മുടെ പ്രതിസന്ധിക്ക് പരിഹാരമായി കാണേണ്ട രണ്ടാമത്തെ മാർഗം
ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും സമാധാനത്തോടുകൂടെ നിലനിൽക്കുവാൻ ഏറ്റവും ഋജുവായ ഒരു വഴി നിശ്ചയിച്ചു കൊടുത്തവനാണ് സഹോദരങ്ങളെ പടച്ച തമ്പുരാൻ. ആ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു കൊടുത്ത ആ വഴികൾ എത്ര അന്യൂനമാണോ അതിനേക്കാളും സുന്ദരമായ ഒരു വഴിയാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. ആ അന്യൂനമായ മാർഗം ശരിയായ അർത്ഥത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വീകരിക്കുക എന്നത് നമ്മുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിക്കുവാൻ അനിവാര്യമാണ്. ഈ ഒരു സന്ദേശം നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളിൽ അവലോകനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തോടനുബന്ധിച്ച് പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു ഇൻസൈറ്റ് പെരിന്തൽമണ്ണയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൗൺസിലിംഗിന്റെ സെന്ററിലേക്ക് ഒരാൾ കയറി വന്നു. ഒരു മദ്യപാനിയായ ഒരു സുഹൃത്ത് മദ്യപിച്ചു പോകുന്ന വഴിക്ക് ലഹരി നന്നായി തന്റെ തലക്ക് പിടിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കയറി വന്നാണ് അദ്ദേഹം. സംസാരം പൂർത്തിയാകുന്ന സമയമാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ നില വിട്ടു തുടങ്ങിയിരുന്നു. ഏതായിരുന്നാലും ഒരു കാര്യം അയാൾ സമ്മതിച്ചു, നാളെ രാവിലെയോ ഈ ഇൻസൈറ്റ് അവസാനിക്കുന്നതിലിടക്കോ ഞാൻ ഇവിടെ ഒന്ന് വരും. അദ്ദേഹം വന്നു, സ്വബോധത്തോടെ വന്നിട്ട് അദ്ദേഹത്തോട് എന്താണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരാൻ സാഹചര്യം ഒരുക്കിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കൂ, എൻ്റെ വാപ്പയെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്. അവിടെ ഒരാൾക്കും ഞാൻ ഇങ്ങനെ ഒരു മദ്യപാനിയാണെന്ന് അധികം ആളുകൾക്കും അറിയില്ല. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല. അത്രയും മാന്യമായ ഒരു കുടുംബ പശ്ചാത്തലം എനിക്കുണ്ട്. പിന്നെ എന്തേ ഇങ്ങനെ ആയിത്തീരാൻ? സഹോദരങ്ങൾ, അതിന്റെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നു. ആ കാരണം സത്യമാണെന്ന് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുന്നത്, അത് പരിഹരിച്ചപ്പോൾ അദ്ദേഹം ആ അപകടത്തിന്റെ കയത്തിൽ നിന്നും പുറത്തു വന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്തായിരുന്നു വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം ആരംഭിക്കുകയാണ്. കുടുംബ പ്രതിസന്ധികൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദവും ആഹ്ലാദവും എന്താണെന്ന് ചോദിച്ചാൽ അത് കുടുംബജീവിതമാണെന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? ദമ്പതികളായി ജീവിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ എന്തെല്ലാം മനോഹരമായ രംഗങ്ങളും രൂപങ്ങളും ചിത്രങ്ങളും നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഒഴുകുന്ന പുഴകളും വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളും അസ്തമിക്കുന്ന സൂര്യനും വിശാലമായ ആകാശവും എല്ലാം അത്യധികം ആനന്ദകരമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളെ കാണുന്നതിനേക്കാളും, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുന്നതിനേക്കാളും, ഭർത്താവിന്റെ മുഖം കാണുന്നതിനേക്കാളും ആനന്ദകരമായ ഒരു കാഴ്ച ഈ ലോകത്തുണ്ടോ? ഒരു പ്രസംഗത്തിന്റെ ഭംഗിയായി പറയുന്നതല്ല ഇത്. ഒരിക്കലും മടുക്കാത്ത, ഒരിക്കലും നമ്മുടെ ആ സൗന്ദര്യവും താല്പര്യവും നഷ്ടപ്പെട്ടു പോകാത്ത കാഴ്ചകൾ നമ്മുടെ കുടുംബത്തിലെ കാഴ്ചകളാണ്. സ്വന്തം മാതാപിതാക്കളെയും മക്കളെയും ആളുകളെയും കാണുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നല്ല ബിസിനസ്സുകാരുണ്ടാവാം, അതേപോലെ തന്നെ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോഴും എപ്പോഴെങ്കിലും തന്റെ ജോലി തിരക്കുകൾക്കിടയിൽ തന്റെ കുടുംബത്തെയോ തന്റെ ഭാര്യയെയോ ഭർത്താവിനെയോ മാതാപിതാക്കളെയോ ഓർമ്മ വന്നാൽ, അവിടെ സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുഖം ആ ദുഃഖത്തെ ശരിയായ അർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കും. ഒരുപക്ഷെ നാം നന്നായി ഇടപെടുന്നവർ പോലും നമ്മളോട് ചോദിക്കും, എന്തേ നിങ്ങൾക്കൊരു വിഷാദം, എന്തേ ഒരു വിഷമം, അത് മുഖത്ത് പ്രകടമാകുന്നുണ്ടല്ലോ എന്ന് പറയും. ഏത് സന്തോഷങ്ങളെയും ദുഃഖമാക്കി മാറ്റാൻ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾക്ക് പറ്റും. സഹോദരങ്ങളെ, കുടുംബ പ്രതിസന്ധികൾ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഏറ്റവും നല്ല ഒരു കുടുംബം നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും ധൈര്യവുമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങൾ 40-ാമത്തെ വയസ്സിൽ ലോകത്ത് ഈ സത്യം എത്തിക്കുവാൻ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചപ്പോൾ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഭയത്തോടുകൂടെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നൽകിയ ആ വാക്കുകൾ ജീവിതത്തിന് എന്തുമാത്രം ധൈര്യം പകരുന്നതാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, താങ്കൾക്കൊന്നും സംഭവിക്കില്ല. തഹ്മിലുൽ കല്ല, ഭാരമുള്ളവന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവൻ, പ്രതിസന്ധികളുള്ളവരെ സഹായിക്കുന്നവൻ, ആളുകൾക്ക് സ്നേഹം നൽകുന്നവൻ, ഇങ്ങനത്തെ ഒരാൾക്കൊരു പ്രതിസന്ധിയും വരികയില്ലെന്ന് പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോൾ സഹോദരങ്ങളെ, അതെത്ര വലിയ ശക്തിയാണ്, എത്ര വലിയ പിന്തുണയാണ്. ഇങ്ങനെയുള്ള 100 കണക്കിന് വാക്കുകൾ പറയാൻ നമ്മളോടൊപ്പമുള്ളവർക്ക് പറ്റും. ആ ധൈര്യം ജീവിതത്തിൽ ഇല്ലാത്തവന്
എവിടെയും വിജയിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ആ കുടുംബത്തിന്റെ പിന്തുണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഒരു പ്രതിസന്ധി കുടുംബജീവിതത്തിൽ വന്നതാണ് ഈ സുഹൃത്തിനെയും യഥാർത്ഥത്തിൽ മദ്യപാനത്തേക്ക് എത്തിച്ച്. എന്തായിരുന്നു? വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി തങ്ങളുടെ സ്നേഹബന്ധങ്ങളെ ആത്മാർത്ഥമാക്കാൻ ദമ്പതികൾ ചെയ്ത കാര്യം ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും തുറന്നു പറയുക. കോളേജിലും സ്കൂളിലും പഠിച്ചപ്പോൾ ഏതെല്ലാം ആൺകുട്ടികളുമായി താൻ ബന്ധപ്പെട്ടു, ആ ബന്ധങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു, തൻ്റെ ജീവിതത്തിൽ താൻ എന്തെല്ലാം വായിച്ചു അറിഞ്ഞു, എവിടെയെല്ലാം യാത്ര ചെയ്തു, എല്ലാം ഇനി അങ്ങോട്ട് നിഷ്കളങ്കമായ ഒരു സ്നേഹമുണ്ടാവാൻ വേണ്ടി അവൾ പറഞ്ഞു ഭർത്താവിനോട്. ഭർത്താവും ഒരു നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന് പറയാവുന്നിടത്തോളം തൻ്റെ അധാർമിക ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യ അറകളും ഭാര്യയുടെ മുമ്പിൽ തുറന്നു വെച്ചു. എന്താ സംഭവിച്ചത് നിങ്ങൾ? അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നന്നായി ജീവിക്കാൻ നാം തീരുമാനിച്ചു. പക്ഷേ വിശദീകരിച്ചത് മനസ്സിൽ നിൽക്കുമല്ലോ. ഇവളെ പറ്റിയുള്ള സംശയം അയാൾക്ക് നീങ്ങിയില്ല. എന്നും സംശയം, ഏതു സന്ദർഭത്തിലും സംശയം. അവൾ തൻ്റെ പൂർവ്വകാലത്തെ ജീവിതത്തിന്റെ അവസ്ഥ തന്നെ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ടാകാമെന്ന് അയാൾക്ക് വെറുതെ സംശയം തോന്നാൻ തുടങ്ങി. ആ സംശയം ബലപ്പെട്ടു. അത് ശക്തമായി മറ്റാരോടും പറയാതെ ആ പ്രതിസന്ധികൾ അയാൾ മനസ്സിൽ ഒതുക്കി. അവസാനം കണ്ട പരിഹാരമാണ് ഒരു മനഃശാന്തിക്ക് വേണ്ടി മദ്യപാനം. ആ മദ്യപാനത്തിൽ നിന്നും തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഈ പ്രതിസന്ധിയാണ് അയാളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കുല്ലു അംരി മുആഫ, എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടും, അതിനെല്ലാറ്റിനും പരിഹാരമുണ്ട്. എന്നാൽ ഇല്ലൽ മുജാഹിരീൻ, തെറ്റുകൾ പരസ്യപ്പെടുത്തുന്നവരൊഴികെ ചെറിയൊരു അറിവാണ് സഹോദരങ്ങളെ. അത് നമ്മൾ ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ ലഭിക്കേണ്ട ചെറിയൊരു അറിവാണത്. എന്ത്? തന്റെ രഹസ്യം, തന്റെ തെറ്റുകൾ മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സാഹചര്യത്തിലും നമ്മുടെ തെറ്റ് മറ്റൊരാളെ അറിയിക്കേണ്ടതില്ല. അറിയിച്ച തെറ്റുകൾ പൊറുക്കപ്പെടാതെ പോകുന്നതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വകാര്യ ജീവിതങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ ഒരുപക്ഷെ അതേ മതിപ്പോടുകൂടെയും അവസ്ഥയോടുകൂടെയും മറ്റുള്ളവർക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്റെ തെറ്റുകളിൽ നിന്നും അടങ്ങാനും എന്റെ തെറ്റുകളിൽ നിന്ന് ഖേദിക്കാനും എനിക്ക് പറ്റിയേക്കും. എന്റെ തെറ്റ് മറ്റൊരാൾ അറിയുമ്പോൾ എനിക്ക് പൊറുക്കപ്പെട്ടു പോയ തെറ്റുകൾക്ക് ജീവിക്കുന്ന ഒരു സാക്ഷിയായി ഒരാൾ പുറത്തുണ്ടായിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, എത്ര അർത്ഥവത്താണ് ആ വാക്കുകൾ. ഞാൻ ഏറ്റവും ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നിർദ്ദേശം പോലും ഒരു കുടുംബ ജീവിതത്തിന്റെ അവസ്ഥയിൽ എത്രമാത്രം സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിലാണ് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അറിവില്ലായ്മയും അതേപോലെ തന്നെ ശരിയായ വിശ്വാസവും മതബോധമില്ലാത്തതിൻ്റെയും അവസ്ഥ ഈ രംഗത്ത് വളരെ കൂടുതലുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാം അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമിൽ പുരുഷന് ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കുള്ള ഒരു അധികാരവും ആധിപത്യവും നൽകിയിട്ടുണ്ട്. അത് തൻ്റെ കീഴിൽ നിൽക്കുന്നവരെ ആക്രമിക്കാനോ അവരോട് കരുണയില്ലാതെ പെരുമാറാനോ അല്ല സഹോദരങ്ങളെ. എന്നിൽ അർപ്പിതമായ ഒരു കുടുംബത്തെ വളരെ ഭംഗിയായി കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു അധികാരം എനിക്ക് ആവശ്യമാണ്. എൻ്റെ മക്കളിൽ എന്തെങ്കിലും തകരാറ് കാണുമ്പോൾ അത് ചെയ്തുകൂടെന്ന് പറയാനുള്ള ഒരു പിതാവിൻ്റെ അധികാരം എനിക്ക് ആവശ്യമാണ്. ഞാൻ ഒരു പിതാവിൽ നിന്നും ഉത്തരവാദിത്തത്തോടുകൂടെ വിവാഹമൂല്യം നൽകി ഞാൻ സ്വീകരിച്ച് അമാനത്തായി ഏറ്റെടുത്ത എൻ്റെ ഭാര്യയുടെ ഭൗതികവും മതപരവുമായ കാര്യങ്ങളിൽ ശരിയായ രൂപത്തിലുള്ള ഒരിടപെടലുള്ള അധികാരം എനിക്കുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫല്ലലല്ലാഹു ബഅ്ലുഹും അലാ ബഅ്ദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിലാതുൻ ലിൽഗൈബി ബിമാ ഹഫിലല്ലാഹ്. എത്രമാത്രം വിശകലനം ചെയ്ത് പഠിക്കേണ്ട ഒരായത്താണ് സഹോദരങ്ങളെ അത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് അവരെ നേരെ നടത്തി കൊണ്ടുപോകാനുള്ള ഒരു അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തുതയാണ് സഹോദരങ്ങൾ. 65 വയസ്സായ ഒരാൾ കുടുംബജീവിതം പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ഇന്നത് വലിയൊരു വേദനയായിട്ട് അയാൾ കൊണ്ടുനടക്കും. 30 വർഷത്തിലേറെ ഗൾഫിൽ അയാൾ ജീവിച്ചു. പക്ഷെ ജീവിതത്തിൽ അയാൾ കണ്ടൊരു സൗകര്യം എന്താണ്? നിങ്ങൾ
ഭാര്യനെയും കുട്ടികളെയും ഭാര്യ വീട്ടിൽ ഏൽപ്പിച്ചു. തൽക്കാലം ഒരു കാരണമുണ്ട്, ഗൾഫിലാണ് ജീവിക്കുന്നു എന്നുള്ളൊരു കാരണമുണ്ടല്ലേ. പക്ഷെ അദ്ദേഹം മനസ്സിന്റെ ഉള്ളിൽ വിചാരിച്ചൊരു വിചാരമുണ്ട്, അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കുന്ന കാര്യം ഒരു സൗകര്യമല്ല അതിന്. ഒരു വീടിന്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുമ്പോൾ ഓരോ കാര്യത്തിനും ഫോൺ അങ്ങോട്ട് വരും. എനിക്കൊരു സൗകര്യം, എന്തെങ്കിലും മാസത്തിൽ കിട്ടുമ്പോൾ അയച്ചു കൊടുക്കുക, ബാക്കിയെല്ലാം ഭാര്യയുടെ ബന്ധുക്കളും ആങ്ങളമാരും സൗകര്യപ്പെട്ടവരും നോക്കിക്കൊള്ളും. മക്കളെയും അവർ നോക്കി, അവളെയും അവർ സംരക്ഷിച്ചു. എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ തൽക്കാലം അവിടെ പോയി ഒരല്പ ആ ലീവ് കഴിയോളം താമസിക്കും, തിരിച്ചു പോകും. സഹോദരങ്ങളെ, എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ വരുമാനം അവസാനിപ്പിച്ച് ജോലി ചെയ്യാൻ കഴിയാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും നൽകാനില്ല, വരുമാനമായി ഒന്നും നൽകാനില്ല. കുടുംബജീവിതത്തിൽ അയാൾ ഇടപെടാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇതുവരെ ഇടപെടാത്തവൻ, പ്രായപൂർത്തിയായ മകളുണ്ട് അയാൾക്ക്, മുതിർന്ന ആൺകുട്ടികളുണ്ട്. ഇന്നുവരെ അവരിൽ നിന്നും അകന്ന ജീവിതം സൗകര്യമായി വിചാരിക്കുകയും ഇന്ന് അയാൾ ഒരു അധികാരസ്ഥനായി രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങിയപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഭാര്യ ചോദിക്കാൻ തുടങ്ങി, മക്കൾ ചോദിക്കാൻ തുടങ്ങി. ചോദ്യം ചെയ്തെന്ന് മാത്രമല്ല സഹോദരങ്ങളെ, 3 കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ കൊടുത്തു. ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ വീട്ടുകാർ കൊടുത്തു. ആലോചിക്കണം നിങ്ങൾ, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ ഊഹമോ, ഞാൻ ഊഹിച്ചു പറയുന്നതല്ല, തന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞു കടന്നു വന്ന ഓരോ ഘട്ടങ്ങളും ചോദിച്ച് അവസാനം അദ്ദേഹം പറഞ്ഞു തന്ന കാര്യമാണ്, ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഒരൽപ്പം സൗകര്യത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്റെ ഉത്തരവാദിത്വവും എന്റെ കടമയിലും എന്റെ മക്കളെയും കുട്ടികളെയും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. സഹോദരങ്ങളെ, ചെറുതല്ലത്. നമ്മുടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സംവിധാനത്തിൽ ഭാര്യയിൽ നിന്നും ഒന്നും ആഗ്രഹിച്ചുകൂടാ ഒരു പുരുഷൻ. ഇന്നു നിങ്ങളുടെ മകൻ വിവാഹം കഴിക്കുകയാണോ, നിങ്ങളുടെ മകൻ കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ ഉടയാടകൾ അവന്റേതാണ്. അവന്റെ വീട്ടിലേക്ക് അവൾ വരുന്നത് അവൻ സൗകര്യപ്പെടുത്തിയ വാഹനത്തിലാണ്. അവൾക്കിന്നുറങ്ങാനുള്ള അറകൾ ഒരുക്കുന്നത് അവന്റെ ചിലവിലാണ്, അവന്റെ സൗകര്യത്തിലാണ്. ഖുർആൻ പറഞ്ഞ പ്രയോഗം നോക്കൂ നിങ്ങൾ. വെറുതെ എല്ലാ അധികാരമുണ്ടായത് ആണായതുകൊണ്ട് കിട്ടിയതാണോ സഹോദരങ്ങളെ അധികാരം? അല്ല. അള്ളാഹു ചിലർക്ക് ചില പദവികൾ നൽകിയിരിക്കുകയാണ്. എങ്ങനെ? സ്വത്ത് ചിലവഴിച്ചുകൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, കുടുംബനാഥന്മാരെ, നമ്മുടെ ഭാര്യയുടെ തെളിഞ്ഞ മുഖം വീട്ടിലേക്ക് വരുമ്പോൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ഒരു അധാർമികതയിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ അവരെ നിയന്ത്രിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് ശരിയായ ഉത്തരവാദിത്തം അധികാരത്തോടുകൂടി നിർവഹിച്ചു വരുന്നവർക്കേ സഹോദരങ്ങളെ ഒരു കുടുംബം എന്ന ഭരണകൂടത്തെ സുസ്ഥിരമായും ശാന്തമായും മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ ഒരു സ്ത്രീക്ക് പറഞ്ഞ യോഗ്യത എന്താ? ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? അതേ ആയത്ത് മുഴുവനാകുന്നതിന് മുമ്പ് പറഞ്ഞു, ഒരു സ്ത്രീക്ക് അത്ര മതി സഹോദരങ്ങളെ. നമ്മുടെ ഭാര്യയ്ക്ക് ഇതുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അത്യാനന്ദകരമാകുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി വിളിച്ചു, എന്താ, എന്റെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്കൊരു പരാതിയുമില്ല, ഇസ്ലാമിൽ അനുവദിച്ച കാര്യത്തിന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഇസ്ലാം നൽകിയ ഒരു അനുവാദത്തിന് ഞാൻ തടസ്സമല്ല, ഇതുവരെയും എല്ലാ കടമകളും കൃത്യമായി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്നോടുള്ള കടമകൾ ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെന്താ പ്രശ്നം? പക്ഷേ മനസ്സിൽ ആത്മാർത്ഥമായി അദ്ദേഹത്തെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ആത്മാർത്ഥമല്ലാത്ത ഒരഭിനയമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തൃപ്തി എനിക്കില്ലാതെ പോയാൽ നാളെ എന്റെ പരലോകത്തെ ബാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഒരു സ്ത്രീ. അനേകം സ്ത്രീകൾ ഭർത്താവ് കല്യാണം കഴിച്ചതിന് ശേഷം പരാതികൾ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് സഹോദരങ്ങൾ? എന്ത് പരാതിയാണ് പറഞ്ഞത്? പഴയ പോലെ എന്നെ നോക്കുന്നില്ല, പഴയ പോലെ എനിക്ക് ഉടയാടകൾ തരുന്നില്ല, എനിക്ക് സൗകര്യങ്ങൾ തരുന്നില്ല എന്ന പരാതികൾക്കിടയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു. അതാണ് സ്ത്രീയുടെ യോഗ്യത. ജീവിത സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നു. ഫസ്സാലിഹാത്തു, സദ്വൃത്തയായ സ്ത്രീ. സദ്വൃത്തയായ സ്ത്രീ 40-50 വീട് കയറി ഇറങ്ങിയിട്ടും മുഖം ഇഷ്ടപ്പെടാത്ത, സ്വപ്നത്തിൽ കണ്ട മുഖം കണ്ടെത്താൻ കഴിയാതെ നിരാശയോടെ വന്ന് ഏതെങ്കിലും ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ച് വിവാഹം കഴിക്കുന്ന കാലം എത്രമാത്രം എന്നറിയുമോ സഹോദരങ്ങളെ? നെരിയാണിക്ക് മേലെ പാൻസ് ഒന്ന് കയറി ക്ലീൻ ഷേവ് അല്ലാതെ നടന്നു എന്നത് മാത്രമാണ് അയാളെ എനിക്ക് ഭർത്താവായി വേണ്ടെന്ന് പറഞ്ഞ്
ഒരു പെൺകുട്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പിൽ വാശി പിടിച്ച് അയാൾ ഒഴിവാക്കി തരണമെന്ന് വേറൊരു കാരണമല്ല, എനിക്ക് ആ രൂപ ഇഷ്ടമല്ല എന്നാണ്. ഏതാ രൂപ ഇഷ്ടം? മുഖത്തെ സൗന്ദര്യമാണോ ദേഹത്തിന്റെ നിറമാണോ? അല്ല, ആ കോല എനിക്ക് ഇഷ്ടമല്ല എന്നാണ്. ആ അടയാളങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവൾ പറഞ്ഞു. സഹോദരങ്ങളെ, സത്യത്തിൽ നല്ലൊരു മനസ്സാണ് ഒരു സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഫസ്വാലിഹാത്ത്, നന്മയാഗ്രഹിക്കുന്ന മനസ്സ്, പരലോകത്തിലുള്ള പടച്ചവനിലെ വിശ്വാസം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനസ്സ്. കാനിത്താത്തുൻ, കാനിത്താത്തുൻ, ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പരിശോധിച്ചു. കാനിത്താത്ത്, ഒരു സ്ത്രീയുടേതായ ലജ്ജ, സ്ത്രീത്വം അടക്കം ഭക്തി എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ പദമാണ് കാനിത്തത്ത്. അടക്കമുള്ള സ്ത്രീ. ആരെങ്കിലും കയറി വന്നാൽ ഇന്ന് പേര് പറഞ്ഞ് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരനോടും ഇന്ന് ജോലിക്ക് വിളിച്ചുകൊണ്ട് വന്ന ഒരു വീട്ടിൽ വന്ന ഒരു പണിക്കാരനോടും സ്വന്തം ഭർത്താവിനോടുള്ളതിനേക്കാളും സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന കാലം സഹോദരങ്ങളെ, അപകടങ്ങൾക്ക് ദൂരെ പോകേണ്ടതില്ല. അങ്ങനത്തെ സ്ത്രീകളാണ് നമ്മുടെ വീടിന് കാവൽ വേണ്ടത്? അങ്ങനത്തെ സ്ത്രീകളാണോ നമുക്ക് ഭാര്യയായി വേണ്ടത്? അങ്ങനത്തെ സ്ത്രീകളാണോ നമ്മുടെ മക്കൾക്ക് അച്ചടക്കത്തോടെ വളരേണ്ട നമ്മുടെ മക്കൾക്ക് മാതാക്കളായി വേണ്ടത്? അവരാണോ? ഫസ്സാലിഹാത്തു കാനിതാത്തുൻ ഹഫിലാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിലല്ലാഹ്. അല്ലാഹു കാണുമെന്ന വിചാരത്തോടുകൂടെ സൂക്ഷിക്കേണ്ടവയൊക്കെ അദൃശ്യമായി പോലും സൂക്ഷിക്കുന്ന സ്ത്രീകൾ. സഹോദരൻ, വല്ലാത്തൊരു സ്വഭാവമാണ് അല്ലേ? വീട്ടിൽ നിന്ന് നമ്മളെ കൂടെ ഭാര്യ ഇങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ അവളുടെ പർദ്ദയും മഫ്തയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ചോദ്യം, തമാശക്കായിക്കോട്ടെ, ഇതിപ്പോ ശരിക്കും പുറത്ത് അന്യ ആണുങ്ങളുടെ ഇടയിൽ കൂടി ഇറങ്ങിപ്പോകാൻ പറ്റിയ ഒരു രൂപമാണെന്ന് നിനക്കുറപ്പുണ്ടോ? നീ ഒന്ന് പറയൂ എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, എത്ര പേർക്ക് പറയാൻ പറ്റും? എന്റെ സ്വകാര്യതയും എന്റെ ശരീരവും എന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതാഗ്രഹത്തോട് താല്പര്യത്തോട് മറ്റൊരാൾ നോക്കാവുന്ന ഒരവസ്ഥ എന്റെ വസ്ത്രത്തിലും എന്റെ ദേഹത്തിലും വേണ്ടെന്ന് പറയാൻ ആർക്കേ പറ്റുള്ളൂ? നിങ്ങള് അള്ള സൂക്ഷിക്കാൻ പറഞ്ഞത് ഞാൻ സൂക്ഷിച്ചേ പറ്റൂ എന്ന് ബോധമുള്ള ഒരു സ്ത്രീക്കേ പറ്റൂ. അങ്ങനത്തെ ഒരു സ്ത്രീയാണോ സഹോദരങ്ങൾ നമ്മുടെ ഭാര്യ? എങ്കിൽ ഈ കുടുംബത്തിന്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതൊന്നും വെറുതെ പറഞ്ഞു പോയതല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ വളരെ ശക്തമായ അർത്ഥവത്തായ പദപ്രയോഗങ്ങളാണ് സഹോദരങ്ങളെ. ജീവിതത്തിന്റെ ബന്ധങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങളാണ്. മറ്റൊന്ന് വിശ്വാസ്യതയാണ് സഹോദരങ്ങളെ. വിശ്വാസം വേണം. എന്റെ ഭാര്യയ്ക്ക് ഇന്ന വിശ്വാസം വേണം, എനിക്ക് അവളെ വിശ്വാസം വേണം. വിശ്വാസ്യത എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് പിന്നെ ഒന്നിച്ച് ജീവിക്കാതിരിക്കാൻ നല്ലത്. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നിച്ച് ജീവിക്കാതിരിക്കാൻ നല്ലത്. ആ വിശ്വാസം മാത്രമാണ് നമ്മുടെ ശക്തി. എങ്ങനെ ഉണ്ടാകുക സഹോദരങ്ങളെ? പരസ്പര വിശ്വാസം എങ്ങനെ ഉണ്ടാവും? ഇന്ന് മിക്കവാറും സ്ത്രീകൾ തന്റെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എത്ര തെളിവ് പറഞ്ഞു കൊടുത്താലും സംഭവിക്കില്ല. അതൊരു വിശ്വാസ്യതയ്ക്കുള്ള ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യലാണ്. ഞാൻ പറഞ്ഞ സഹോദരിമാരെ, സംശയം തോന്നിയാൽ പോലും അതൊരു ഉറപ്പായി ബോധ്യപ്പെടുന്നവരെ പറഞ്ഞു പോകരുത്. പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണ് അറിയുങ്ങൾ? എന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു കാര്യത്തിൽ ആ വിശ്വാസ്യത ഏറ്റവും അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ബന്ധം അകലാണ്ടിരിക്കുന്നു. ബന്ധം ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. അവിടെ ഞാനിവിടെ നിൽക്കില്ല എന്നാണ്. ഇറങ്ങിപ്പോയി എന്ന് മാത്രമല്ല, പിറ്റേന്ന് മഞ്ചേരി കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തു. 5 കൊല്ലം കേസ് കഴിഞ്ഞിട്ട് അയാൾ വിജയിച്ചു. കേസുകൾ മുഴുവൻ പിൻവലിച്ചു. 5 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾക്ക് വേറെ ഭാര്യയില്ല അയാൾക്ക്. ഇവളെ കാത്തിരുന്നു അയാൾ 5 വർഷം. കോടതി വരാന്തകളിൽ പരസ്യമായി തനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടും പീഡന കേസ് കൊടുത്തിട്ടും കേസിന്റെ വിധി മറിച്ചായാൽ ജയിലറയിൽ പോകേണ്ടി വരുമെന്നറിഞ്ഞിട്ടും 5 കൊല്ലം എന്റെ കുട്ടികൾ കുമ്മയായി അവൾ മതി എന്ന് പറഞ്ഞ് കാത്തിരുന്നു അയാൾ. അയാൾ വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു പോയിട്ടാണ് അവൾ കേസ് കൊടുത്തത്. വിശ്വാസ്യത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എങ്ങനെ വിശ്വാസം ഉണ്ടാകുക സഹോദരങ്ങളെ? എന്റെ രഹസ്യ ജീവിതം ശരിയല്ല എന്ന് വന്നാൽ എന്റെ ഭാര്യ എന്നെ വിശ്വസിക്കൂ? എന്തിനറിയങ്ങള്? വീട്ടിലുള്ള TV-യിൽ വൃത്തികെട്ട ഒരു സിനിമ നോക്കിയിരുന്നു കാണുന്നത്, എന്റെ ഭാര്യ നോക്കിയിരുന്ന് കാണുന്നത് ഞാൻ കണ്ടാൽ അവളെ അവിശ്വസിക്കാൻ എനിക്കത് മതി. എന്തേ? അതങ്ങനെ അധാർമികമായ ജീവിതമാണ് പരസ്പരമുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഈ സംശയം വേണ്ട സഹോദരങ്ങളെ. ജീവിതത്തിന് ദാമ്പത്യ ബന്ധം വിശ്വാസകരമായി തീരാൻ ഏറ്റവും സൂക്ഷ്മം നിറഞ്ഞ ജീവിതം. രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളി എന്നൊരു ഭർത്താവാണെങ്കിൽ അയാളെ പറ്റി എന്താ ഇപ്പൊ അവൾക്ക് സംശയിക്കാനുള്ളത്? പാതിരാവിലെ അവൾ ഉറങ്ങുമ്പോഴും
ഒരു 3 റക്അത്തെങ്കിലും വിത്ർ നമസ്കരിച്ച് ആത്മാർത്ഥതയോട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണെന്ന് തൻ്റെ ജീവിതത്തിൽ ബോധ്യപ്പെടുത്താനല്ലാതെ മനസ്സിലാക്കിയ ഒരു സ്ത്രീക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മുടെ ഭാര്യയെയും നമുക്ക് വിശ്വസിക്കാം. ധാർമ്മികമായ ജീവിതം രണ്ടുപേരും എത്ര കണ്ട് പാലിക്കുന്നുവോ അത്ര കണ്ട് വിശ്വാസ്യത പരസ്പരം ഉണ്ടായിത്തീരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രഹസ്യങ്ങൾ അറിയുന്നവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. അതുകൊണ്ട് ഏറ്റവും നമ്മുടെ രഹസ്യ ജീവിതങ്ങളെ ഏറ്റവും നല്ല രൂപത്തിലാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെന്താ പറയുക, എല്ലാ ബന്ധങ്ങളും ഭൗതികമാണ് സഹോദരങ്ങൾ. ഭൗതികമായ അർത്ഥത്തിലാണ് എല്ലാ ബന്ധങ്ങളും. ഭൗതികതയുടെ അവസ്ഥ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അതൊക്കെ എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. ഹൃദയബന്ധം, സ്നേഹബന്ധം, അതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകേണ്ട ബന്ധം. ഏത് ഈ ചെറിയ സ്വർണത്തിൻ്റെയും ആഭരണത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് പറയാത്ത ആൾക്കാരാരുമില്ല. ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത പെൺകുട്ടിയുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ട് പെൺകുട്ടി വീട്ടിൽ വന്ന് കയറി ഇനി ഞാൻ അയാളൊപ്പം പോകുന്നില്ല എന്നൊക്കെ ഒരു ദേഷ്യത്തിലും വികാരത്തിലും പറഞ്ഞപ്പോൾ വാപ്പ ഫോൺ എടുത്തവനെ വിളിക്കുകയാണ്. ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി 2.25 ലക്ഷം വാങ്ങിയതിൽ അത് ഇവിടെ കൊടുന്നുകൊണ്ടാണ്. അതാ ഫസ്റ്റ് ഫോണേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു പിണക്കവുമായി വന്ന് വീട്ടിലേക്ക് കയറുന്ന പെൺകുട്ടിയുടെ വാക്ക് കേട്ട് വാപ്പൻ്റെ ആദ്യത്തെ ഫോണ് അമ്മോശൻ്റെ ഫോൺ എന്ത് 2.25 ലക്ഷം കച്ചവടം ചെയ്യാൻ വാങ്ങിയതിൽ അവിടെ കൊടുന്നുണ്ട്. അവിടെ ശേഷം വാർത്താൻ അവസാനത്തെ വാക്ക് ആദ്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ഒക്കെ തീർന്ന് അവസാനം പിരിഞ്ഞു പോകുമ്പോൾ മധ്യസ്ഥന്മാർ പറയേണ്ട വാക്കാണ് അദ്ദേഹം ഫോണെടുത്ത് ഫസ്റ്റ് വിളിച്ചത്. സഹോദരങ്ങളെ, സ്നേഹത്തിന് എന്ത് വില. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ അയാൾ ഉപേക്ഷിച്ചു എന്ന് തന്നെ വരട്ടെ, നിങ്ങളുടെ മകളെ അയാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് ഭാര്യയല്ലാതാവാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കാൾ സ്നേഹിക്കുന്ന ഈ പിഞ്ചു പൈതങ്ങളുടെ വാപ്പയാരായിരിക്കും? കരാറും അഗ്രിമെന്റും എഴുതി പണം കൊടുത്ത് പിരിച്ചയച്ചാൽ വേർപെടുന്നതാണോ ആ ബന്ധം? പേരമക്കൾ എന്ന പേരിൽ നിങ്ങളുടെ മടിയിൽ കിടന്ന് കളിക്കുന്ന ഈ പിഞ്ചോമന പൈതങ്ങളുടെ പിതാവ് അയാളായിരിക്കും. അത് നിങ്ങൾക്ക് വിച്ഛേദിക്കാൻ പറ്റിയ ബന്ധമല്ല, അത് നിങ്ങൾക്ക് കണക്കു പറഞ്ഞു തീർക്കാൻ പറ്റിയ ബന്ധമല്ല. സഹോദരങ്ങളെ, ബന്ധങ്ങൾക്കൊരു പ്രാധാന്യമില്ല ഇസ്ലാമിൽ, ഒരു മഹത്വമില്ല ഇസ്ലാമിൽ. ആരാണത് പരിഗണിച്ചത്? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മവദ്ദത്ത് റഹ്മത്ത്, മഹബ്ബത്തല്ല, മവദ്ദത്തും റഹ്മത്തും. സഹോദരങ്ങളെ, ആ സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലല്ലാതെ ആർക്കാണ് അനുഭവിക്കാൻ പറ്റുക? എന്താണ് ആ മവദ്ദത്ത് റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞാരെങ്കിൽ, ഞാൻ ഉദാഹരണം പറയല്ലേ, നട്ടപ്പാതിരക്ക് നല്ല തണുപ്പുള്ള രാത്രിയിൽ ഉമ്മണ്ട് ഉണർന്നു നോക്കുമ്പോണ്ട് കുട്ടി പുതപ്പ് ദേഹത്തുനിന്ന് പോയി തണുത്തു വറച്ച് കിടക്കുന്നു. പാതിരാത്രിയിൽ ചെറിയൊരു വെളിച്ചത്തിൽ അല്ലേ, അതുവരെ തണുത്തു വറച്ചിന്റെ കുട്ടി കിടന്നല്ലോ എന്നുള്ള സങ്കടത്തിൽ ആ കുട്ടിയെ വിരിപ്പിലേക്ക് എടുത്തു കിടത്തി പുതപ്പ് മൂടി ദേഹത്തോട് ഒട്ടിച്ചേർത്ത് വെക്കുന്ന ആ നിമിഷത്തെ സ്നേഹമെന്ന് വിളിക്കണോ, കാരുണ്യമെന്ന് വിളിക്കണോ, മവത്വത്തെന്ന് വിളിക്കണോ? സഹോദരങ്ങളെ, കുട്ടി കാണും വിചാരിച്ചിട്ടാണോ ആ പുതപ്പിട്ട് കൊടുത്തത്? കണ്ണ് മിഴിച്ച് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കുട്ടി കാണും വിചാരിക്കുക. ഉറങ്ങിക്കിടക്കുന്ന തന്റെ കുട്ടിയോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ പ്രകടനമില്ലേ? ഈ നിമിഷങ്ങളാണ് സഹോദരങ്ങളെ ദാമ്പത്യത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോ ദാമ്പത്യത്തിനൊരു മധുരം ഉണ്ടാവും. ഏത്? ഭാര്യയുടെ മുഖ സൗന്ദര്യം കൊണ്ടല്ല, അവളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ കൊണ്ടല്ല, പിന്നെ വീട്ടുകാർ ചെയ്ത ഔദാര്യത്തിന്റെ പേരിലല്ല. ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹം, അള്ളാഹു വെച്ച സ്നേഹം, അത്ഭുതകരമായ സ്നേഹം, ദൃഷ്ടാന്തമെന്ന് വിളിക്കുന്ന സ്നേഹം. ഇങ്ങനെ സ്നേഹിക്കാൻ പറഞ്ഞു. ആ സ്നേഹം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്തു വേണമെന്നറിയോ സഹോദരങ്ങളെ? പരിഗണിക്കണം, അന്യോന്യം പരിഗണിക്കണം. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ എന്താ വെച്ചാൽ, ഭക്ഷണം ഉണ്ടാക്കിയാൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു തകരാറായി കണ്ടാൽ നമ്മൾ അതിനെ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നല്ല ഭക്ഷണം കിട്ടിയപ്പോൾ ഇന്ന് വളരെ ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറയാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. എപ്പോഴെങ്കിലും ഒരു പരിഗണന, ഇത്രകാലം ഭക്ഷണം വിളമ്പിക്കൊടുത്തിട്ട് ഒരു സ്നേഹത്തിന്റെ വാക്കു കേട്ടൊരു ദിവസം എന്തെങ്കിലും ഒരിക്കൽ ഉറങ്ങാൻ ചെല്ലുമ്പോൾ വിരിപ്പുകൾ വിരിച്ചു കഴിഞ്ഞിട്ടില്ലായിരിക്കാം, അന്നതിനെ വിമർശിച്ചിട്ടുണ്ടാവും. എന്നാൽ കഴിഞ്ഞ 30 രാത്രികളിൽ വിരിപ്പുകൾ നന്നായി വിരിച്ചു തന്നതിന് ഒരു നന്ദി വാക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടാകും. അസുഖമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ പരസ്പരം പരിഗണിക്കുക എന്നത്
ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, അതിലുപരി നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളെ സന്തോഷകരമാക്കാൻ, ബന്ധങ്ങളുടെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്കൊരു വിഷമമുണ്ട്, ഞാൻ ആരോടാണ് സഹോദരങ്ങളെ പറയേണ്ടത്? ആരോടാ പറയണത്? കാരണം എനിക്ക് ഏറ്റവും പറയാൻ പറ്റിയത് എൻ്റെ ഭാര്യയോട്, അവൾക്ക് പറയാൻ പറ്റിയത് അവളുടെ ഭർത്താവിനോട്. അല്ലേ? തുറന്ന് പറയാം, തുറന്ന് സംസാരിക്കാം. ഞങ്ങൾ ചിലപ്പോഴും അത്ഭുതത്തോടു കൂടെ കണ്ടിരിക്കുന്ന കാഴ്ചകളുണ്ട്. വലിയ പ്രശ്നേറ്റ് വരുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ രണ്ടാളെ റൂമൊക്കെ എന്താണ് 1 മണിക്കൂർ നീ ഒന്നും പറയാൻ പറ്റൂല, അയാൾക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ എന്നാണ്. അവളിങ്ങനെ അടങ്ങിയിരുന്നിട്ട് മൂപ്പരെ സങ്കടം പറയും. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് കരഞ്ഞ അയാളിങ്ങനെ വിശദീകരിക്കണം, അവളിങ്ങനെ കേൾക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവളോട് പറയാൻ പറയും 1 മണിക്കൂർ. അവളും അവളുടെ വിഷമം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ഇവിടെ ഞാനൊന്നുമില്ലാതെ നിങ്ങളിത് തുറന്നു പറയാൻ ഒരു രാത്രി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. ഇത്ര എന്നെപ്പറ്റി വിഷമിച്ചിട്ടാണോ ഇദ്ദേഹം ജീവിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് അവളും പറയുന്നു, അവനും പറയുന്നു. സഹോദരങ്ങളെ, മനസ്സ് തുറന്നു പറഞ്ഞ് എവിടെയെങ്കിലും ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് വളരെ സ്നേഹത്തോടുകൂടെ പരിഗണനയോടുകൂടെയുള്ള ഒരാത്മബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അതിന് ശരിയായ ഒരു അറിവും പരസ്പരം മനസ്സിലാക്കലും സ്നേഹമൊക്കെ ആവശ്യമാണ്. സഹോദരങ്ങൾ, ഇതെങ്ങനെ ഉണ്ടാക്കി തീർക്കും? ഒരു പ്രയാസമില്ല. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു രംഗമുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഖുത്ബ പറഞ്ഞിരുന്ന ഒരു പള്ളിയുണ്ട്. അന്ന് നമ്മുടെ ഇസ്ലാഹി പത്രം അന്ന് കിട്ടുക വെള്ളിയാഴ്ചകളിലാണ് മിക്കവാറും വിതരണ സൗകര്യത്തിന്. ഇപ്പോൾ ഞാൻ ജുമാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ആ റോട്ടിലൂടെ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു രംഗമുണ്ട്. ആ പത്രം അന്ന് കിട്ടിക്കഴിഞ്ഞാൽ ജുമാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിരുന്ന് ഭർത്താവ് അത് വായിക്കും, ഭാര്യയോടൊപ്പം ഇരുന്ന്. ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ല, 2 കൊല്ലം ഞാൻ കണ്ട കാഴ്ചയാണ്. സഹോദരങ്ങളെ, ഒന്നിച്ചിരുന്ന് നമ്മളെ മക്കളെയും കുട്ടികളൊപ്പം ഇരുന്ന് ദീനിയായ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നന്നാക്കി കൊണ്ടുപോകാൻ ഏറ്റവും അനിവാര്യമാണ്. ഞാൻ വെറുതെ പറയല്ല, അതിന് അവസരങ്ങൾ ഉണ്ടാക്കണം. സീഡികളും കാസറ്റുകളും പുസ്തകങ്ങളും കേൾക്കാൻ, ഒന്നിച്ചിരിക്കാൻ. നമുക്കുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ജുമുഅയാണ്. ഞാൻ പറഞ്ഞു, എന്ത് തിരക്കുണ്ടെങ്കിലും പല സുഹൃത്തുക്കളും, ഞാനൊരു വാഹനം വാങ്ങി എന്തിനാ വെച്ചാൽ ഭാര്യനെയും കുട്ടികളായിട്ട് ഒന്നിച്ച് ലേണിംഗ് ക്ലാസ്സിന് പോകാനും ഒന്നിച്ച് ഖുതുബക്ക് ജുമാക്ക് പോകാനും. അത് വലിയ ആത്മബന്ധങ്ങൾ ഉണ്ടാക്കും. ഒരു പക്ഷേ ഖുതുബ കഴിഞ്ഞ് പോരുമ്പോൾ അതിൽ കെട്ട കാര്യം തമ്മിൽ ചർച്ചയാകും. ആ ചർച്ചകൾ ഹൃദയ ബന്ധങ്ങൾ ഉണ്ടാക്കും. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു വലിയ പ്രതിസന്ധിയുള്ള 2 ആളുകളോട് ഞാൻ ഭാര്യയും ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അവസാനിച്ചു, എപ്പോഴെങ്കിലും അവളൊരു നല്ല രൂപത്തിൽ നിങ്ങളോട് പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ ഉണ്ടായിട്ടില്ല. അതെന്തതിന് കാരണം? അയാൾ പറഞ്ഞു, ഒരിക്കൽ ഞാനും അവളും പാടെ ഒരു യാത്ര കഴിഞ്ഞ് പോരുമ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ടൊരു മുജാഹിദ് പള്ളിയിൽ ഖുതുബക്ക് കയറി. അത് കഴിഞ്ഞിട്ടൊരു 2 ആഴ്ച നല്ല സമാധാനം ഉണ്ടായിരുന്നു അവളെ പെരുമാറ്റത്തിന്. സഹോദരങ്ങളെ, ഇത് മുജാഹിദ് ഖുതുബകൾക്ക് പങ്കെടുക്കാത്ത, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു മുജാഹിദ് പള്ളിയിൽ കയറിയ 2 ദമ്പതികളുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളൊക്കെ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ്. പക്ഷേ അതൊക്കെ നമ്മൾ എത്ര ഗൗരവപരമായി കാണുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബം ഒന്നായി കേൾക്കുകയും പഠിക്കുകയും ചെയ്ത് ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആനന്ദകരവും സന്തോഷകരവുമായൊരു ജീവിതം നമുക്ക് സാധ്യമാകുമെന്ന് ഉറപ്പാണ്. യാതൊരു സംശയവും കാര്യത്തിലില്ല. ഏതൊരു ചെറിയ കാര്യമായിരുന്നാലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ട് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ സഹോദരങ്ങളെ, ഇന്ന് കുടുംബ ജീവിതങ്ങൾ അതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലീഡർമാരായി വരേണ്ട ആളുകൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട്. ആ ക്യാമ്പിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കൗൺസിലിങ്ങിന് അവസരം കൊടുത്തു. ഞാൻ ഓർക്കുന്നത് 6 കുട്ടികളോടെങ്കിലും സംസാരിച്ചു എന്നാണ്. ആ 6 കുട്ടികളും പറഞ്ഞ പ്രതിസന്ധി എന്താണ് അറിയുന്നത്? ശരിക്കും മനസ്സിലാക്കേണ്ട രക്ഷിതാക്കൾ, 6 കുട്ടികളും പറഞ്ഞ പ്രതിസന്ധി, പ്രോഫ്കോണിനൊക്കെ വന്ന് അല്പം റിലീജിയസ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തുനിന്ന് വമ്പിച്ച എതിർപ്പ് എന്നാണ്. ഇപ്പൊ തന്നെ ഒന്നും ഇങ്ങനെ വേണ്ടാന്നാ വാപ്പിയും പറയണത്. ഇപ്പൊ തന്നെ ഒന്നും ഇങ്ങനെ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത മാറ്റത്തെ ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. ഇന്നത്തെ ഒരു പ്രതിസന്ധി തന്നെയാണ് സഹോദരങ്ങളെ. ദീനിന്റെ കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഒന്നിച്ചായിരിക്കണം. എന്റെ വീട്ടിൽ എനിക്ക് മാത്രം ദീന്, എന്റെ ഭാര്യയും കുട്ടികളും അത് കേൾക്കാത്തവരും പഠിക്കാത്തവരുമാണെങ്കിൽ എനിക്കവിടെ എങ്ങനെ ഒരു സമാധാനകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും?
സഹോദരി, നീ മാത്രം ഇത് കേൾക്കുകയും അറിയുകയും ഇതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിന്റെ ഭർത്താവ് ജീവിത തിരക്കിനിടയിൽ ഒരമണിക്കൂർ പോലും ഇത് കേൾക്കാത്തവനാണെങ്കിൽ അയാളെ ഇത്തരം ഒരു ദീനീയ അന്തരീക്ഷത്തിൽ വീട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ യോജിപ്പിച്ചു പോകാൻ പറ്റും? പ്രയാസകരമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കേൾക്കാനും പഠിക്കാനും ഒന്നിച്ച് അവസരമുണ്ടാക്കുക എന്നതാണ് നമ്മുടെ കുടുംബ രംഗത്തുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ദൂരീകരിക്കാനുള്ള ഏറ്റവും വലിയൊരു പരിഹാര മാർഗം. സഹോദരങ്ങൾ, അതിന് നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളും ജുമാ ഖുതുബകളും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുടുംബജീവിതത്തിന്റെ മറ്റൊരു പ്രതിസന്ധിയാണ് സഹോദരങ്ങൾ, ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം. ഇത് ചെറുതായി നമ്മൾ കാണാൻ പറ്റില്ല. ജീവിതത്തിൽ ഇന്ന് മിക്കവാറും ആളുകൾ ഏറ്റവും നല്ല സൗകര്യത്തോടു കൂടെ ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളോടും ജീവിക്കുന്ന ആളുകളുണ്ടാവും. കുട്ടികൾക്ക് നല്ല ഇന്റർനാഷണൽ സ്കൂളിലാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയ്ക്കും ചെറിയ ജോലി അവിടെയുണ്ട്. സ്വന്തമായി താമസിക്കാൻ നല്ല ഫ്ലാറ്റ് സൗകര്യം, ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ നല്ല വാഹനം. പക്ഷെ എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം? ഒറ്റ പ്രയാസപ്പെടും. നമ്മൾ വളരെ സുഖത്തിലും സന്തോഷത്തിലാണ് പോണത്. പക്ഷെ വീട്ടിൽ വാപ്പിയമ്മി ഒറ്റക്കാണ്. ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും പറ്റൂല, ജോലി ഒഴിവാക്കിയാണ്ട് പോകാനും പറ്റൂല. സഹോദരങ്ങൾ, ഇതൊരു വലിയ കാര്യം തന്നെയാണ്. സംതൃപ്തകരവും സന്തോഷകരവുമായി നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാന കണ്ണികളായ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടോ? അവർക്ക് അർഹമായ സ്ഥാനവും പരിഗണനയും നൽകാതെ ആഹ്ലാദകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂല എന്ന് മാത്രമല്ല, അള്ളാന്റെ ഒരു കുരുത്തം നമുക്ക് ഉണ്ടാകാനും വളരെ പ്രയാസം. പടച്ചോന്റെ ഒരു കുരുത്തം വേണ്ടേ? നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും ഉദ്യോഗത്തിലും വരുമാനത്തിലും ജീവിതത്തിലും അള്ളാഹുവിന്റെ ഒരു കുരുത്തവും പൊരുത്തവും കിട്ടാൻ പ്രയാസമാണ്. ഒരു പക്ഷേ നാം സന്തോഷത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുടുംബം പ്രതിസന്ധിയിലേക്കാകും അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അവന്റെ കോപം അവരുടെ കോപത്തിലുമാണ്. ഇപ്പൊ എന്താണ് സഹോദരങ്ങളെ? ഒരു മാതാപിതാക്കൾക്ക് നൽകേണ്ട അർഹമായ പരിഗണനകൾ നമ്മൾ നൽകണം. പക്ഷേ ഇവിടെ ഒരു വശം ഞാൻ ഒരിക്കലും വിസ്മരിക്കുന്നില്ല സഹോദരങ്ങളെ. മാതാപിതാക്കൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കണം. പലപ്പോഴും ഭൗതികമായ സ്വപ്നങ്ങളാണ് മിക്കവാറും മാതാപിതാക്കൾക്കുള്ളത്. മറ്റു കാര്യങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുള്ള സഹോദരങ്ങളെ. അമേരിക്കയിലേക്ക് കോഴ്സ് കഴിഞ്ഞ് അധിക ദിവസമാകും മുമ്പ് വിവാഹം കഴിച്ച് അമേരിക്കയിലേക്ക് യാത്രയാക്കി. പിന്നെന്താണ്? അവിടെ പോയി ഒരു പേരക്കുട്ടി ഉണ്ടായി, ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു, കാണാൻ സാധിച്ചില്ല. ഭൗതികമായ സ്വപ്നം ഇതൊക്കെയാണെങ്കിൽ സഹോദരങ്ങളെ, അതൊന്നും സമയത്ത് സാക്ഷാത്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ മക്കൾ ഏറ്റവും നല്ല നമ്മൾ ഉൾക്കൊണ്ട അതേ മതത്തിന്റെ മാനസികാവസ്ഥ ഉൾക്കൊണ്ട് ജീവിച്ചു എന്ന് വന്നാൽ ഒരു മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ ഇതിലും വലിയ വക എന്താണുള്ളത്? അപ്പോൾ മക്കളെ വളർത്തുമ്പോൾ ലക്ഷ്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ലക്ഷ്യം അവരെ മതപരമായി നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കുട്ടികളെ വളർത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ ചെറിയൊരു ശ്രദ്ധക്കുറവ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുട്ടികളോട് ബന്ധപ്പെടുന്നവരോട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയ വാചകത്തിൽ പറയാനുള്ളത്, സഹോദരങ്ങളെ, കുട്ടികൾ ജനിച്ചാൽ ആദ്യത്തെ 7 വർഷം സ്നേഹിക്കാനുള്ള വർഷമാണ്. പിശുക്കില്ലാതെ സ്നേഹിച്ചു കൊള്ളുക നമ്മൾ മക്കളെ. എത്രയോ കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വാപ്പൻ്റെ അടുത്തുനിന്നൊരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. ഉമ്മനെ പറ്റി അങ്ങനെ പറയാറില്ലവല്ല. വാപ്പൻ്റെ ഒരു സ്നേഹം നമ്മൾ വിചാരിക്കും, ഞാൻ എത്ര പൈസ ചെലവാക്കിയത്, എത്ര സാധനങ്ങളാണ് വാങ്ങിക്കൊടുത്തത്, എത്ര സൗകര്യങ്ങളാണ് പഠിക്കാൻ കൊടുത്തത്, അവിടെ ഒന്നും സ്നേഹം ഉണ്ടാവില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഞാൻ ഇന്ന ആളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ അയാളോട് പറഞ്ഞു എന്നാണ്. ഞാൻ സ്നേഹിക്കുന്നുണ്ട് നിന്റെ കുട്ടിക്ക് മനസ്സിലാവണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ, പിശുക്കില്ലാതെ സ്നേഹിക്കുക. അവരെ ഉമ്മ വെച്ചും ദേഹത്ത് തൊട്ടും തലോടിയും നമുക്കവരെ സ്നേഹിക്കാൻ പറ്റണം. ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹം ഒരുപക്ഷെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹമാണ്. ജുമാക്ക് മിമ്പർമ നിൽക്കുന്ന സമയത്ത് തൻ്റെ പേരക്കുട്ടികൾ നല്ല ഉടുപ്പിട്ട് വരുമ്പോൾ കുട്ടികളങ്ങനെ കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് നിൽക്കാൻ കഴിയുന്നില്ല.
ഇറങ്ങി വന്ന ആ കുട്ടികൾ അണഞ്ഞുകൂട്ടി പിടിച്ച് ഉമ്മ വെച്ചിട്ടാണ് കയറി പോകുന്നത്. നോക്കൂ നിങ്ങൾ, ആ സ്നേഹ പ്രകടനത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ സ്നേഹിച്ചു എന്ന് വരണം, സ്നേഹിച്ചു എന്ന് നമ്മുടെ മക്കൾക്ക് തോന്നണം. 7 കൊല്ലം അന്ന് സ്നേഹിച്ചു നിങ്ങൾ, ഒരു അപകടം ഉണ്ടാവില്ല. കുട്ടികളെ വല്ലാതെ സ്നേഹിച്ചാൽ കുട്ടികൾ പിന്നെ പറഞ്ഞു തേക്കൂലേ എന്ന് രക്ഷാക്കന്മാർക്കൊരു ഭയമുണ്ട്. ഒരു പേടിയും പിടിക്കണ്ട. 7 വയസ്സുവരെ നന്നായി സ്നേഹിച്ചോളൂ കുട്ടികളെ. 7 വയസ്സു മുതൽ അടുത്ത 7 കൊല്ലം 14 വയസ്സുവരെ ഉപദേശത്തിന്റെ സമയമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാനുള്ള ഉപദേശം ലോകത്തുനിന്ന് വേറെ എവിടുന്നും അവർക്ക് കിട്ടൂല. കിട്ടുമെന്നും നിങ്ങൾ വിചാരിക്കരുത്. എവിടുന്നും കിട്ടൂല. അത് മദ്രസയിലെ ഉസ്താദുമാർക്ക് നൽകാൻ പറ്റിയതല്ല, നാട്ടിലെ പ്രസംഗകന്മാർക്ക് നൽകാൻ പറ്റിയതല്ല, പുസ്തകങ്ങൾക്ക് നൽകാൻ പറ്റിയതല്ല. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഇന്ന് ലഭിക്കേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നമ്മുടെ നാവുകളിൽ നിന്ന് അവർക്ക് ലഭിക്കണം. അത് നമുക്ക് പകർന്നു നൽകാൻ പറ്റിയാൽ അതിനുള്ള സമയമാണ് 7 കൊല്ലം. അതുകൊണ്ടാണ് 7ാമത്തെ വയസ്സ് മുതലാണ് നിസ്കാരത്തെക്കുറിച്ച് ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞത്. പലതും സഹോദരങ്ങളെ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നുവോ അതൊക്കെ നല്ല രൂപത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ ആൾക്കാരെ എപ്പോഴാണ് ഉപദേശിക്കലാരെങ്കിൽ ദേഷ്യം വരുമ്പോൾ, കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ട് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തിൽ ഉപദേശത്തിന്റെ പ്രഹരമായിരിക്കും. വല്ല കാര്യമുണ്ടാവും? ഒരു കാര്യം ഉണ്ടാവില്ല. ഉപദേശിക്കേണ്ട 7 കൊല്ലം 14 വയസ്സായിപ്പോ. 14ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 കൊല്ലം നിങ്ങൾ കുട്ടികളുടെ സുഹൃത്തുക്കളാവണം. എന്താ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ? കുട്ടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആദ്യം നിങ്ങളോടാ പറയാം. കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരാൾ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. കുട്ടി അത് മറച്ചു വെക്കല്ലേ വേണ്ടതല്ല. കുട്ടി അന്ന് ഫോൺ എടുത്ത് വിളിച്ചു, വാപ്പാക്ക് ഉമ്മാക്ക് വിളിച്ചു. ഉമ്മാനോട് അന്ന് വിളിച്ചു പറഞ്ഞു, ഉമ്മ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഉമ്മ ഞെട്ടിത്തരിച്ചു പോയി. എന്താ? അപ്പൊ ഞാൻ ചോദിച്ചു അവളോട്, നീ എന്താ ഉമ്മാനോട് പറയാൻ കാരണം? സാധാരണ രക്ഷിതാക്കന്മാരിന്ന് മറച്ചു വെക്കല്ലേ. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരത്തിനേക്കാളും ബന്ധാണ് എനിക്കുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കളാകൂ. അവരുടെ രഹസ്യങ്ങൾ പോലും അവർ നിങ്ങളോട് പറയും. അപ്പൊ എത്ര വയസ്സായി സഹോദരങ്ങളെ? 21 വയസ്സായി. പെൺകുട്ടികളാണോ? അവൾ സ്വതന്ത്രരായി കഴിഞ്ഞു. നിങ്ങൾക്കൊന്നും ചെയ്യാല്ല. ഇനി വെറുതെ നിങ്ങൾ ഇടപെടാതിരിക്കുക കുട്ടികളുടെ കാര്യത്തിൽ. ഇടപെട്ട ഒരാളെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. എന്താ നിങ്ങൾ, കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞിട്ടില്ല. അവനോട് പലപ്പോഴും വരാൻ വേണ്ടി പറഞ്ഞു. അവൾക്ക് പരീക്ഷയാണ്, അവളുടെ വീട്ടിൽ തന്നെയാണ്. വരാൻ വേണ്ടി പറഞ്ഞു, വരുന്നില്ല. പക്ഷെ ഫോൺ വിളിക്കുന്നു. ഓരോ ദിവസവും 5 മണിക്കൂർ വീതം ഫോൺ വിളിക്കും. ഈ സദസ്സിൽ പറയാൻ പറ്റും എനിക്കറിയില്ല. അവൻ ശാരീരികമായി വൈകല്യമുള്ളവനായി അവളുടെ വീട്ടുകാരും കുടുംബക്കാരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അവനെ വേർപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങളാണ് അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഫോണുകൾ വാങ്ങിവെച്ചു, ഫോണുകൾ ഡിസ്കണക്ട് ചെയ്തു, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഇനി മധ്യസ്ഥന്മാരെ കൂട്ടി പിരിച്ചയക്കാനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിവാഹം കഴിഞ്ഞ് പ്രായപൂർത്തിയായ 2 ആൾക്ക് വേണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ മടുത്താലും അവർ തമ്മിൽ മനസ്സകന്നാലും മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമല്ലോ? പറ്റൂലേ? അപ്പ ആലോചിച്ചാ പോരെ. പാപ്പ ഞാൻ അങ്ങോട്ട് പോണില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് അയാളെ വേണ്ട എന്ന് അവൾ പറയട്ടെ. കല്യാണം കഴിഞ്ഞിട്ടും പെൺകുട്ടികളുടെ സ്വകാര്യമായ രഹസ്യ ജീവിതങ്ങളെ പോലും അന്വേഷിച്ചുകൊണ്ട് പിന്നാലെ കൂടുന്നുണ്ടോ രക്ഷിതാക്കന്മാർ? അത്രമാത്രം ആശങ്ക വേണോ സഹോദരങ്ങളെ? വിവാഹിതന്മാരായ ആളുകൾക്ക് അവരുടെ രഹസ്യ ജീവിതങ്ങൾക്ക് സ്വാതന്ത്ര്യം പോലും നൽകാതെ ചെറുപ്പകാലത്ത് റോഡ് മുറിച്ച് കടക്കാൻ കൈപിടിച്ചതുപോലെ കൊണ്ടു നടക്കാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും? പിന്നെ നമുക്ക് റോളില്ല. എൻ്റെ മുന്നേ നമ്മളൊക്കെ എപ്പോഴാണ് കുട്ടികളെ കാര്യം ആലോചിച്ച് തുടങ്ങിയില്ലെങ്കിൽ കള്ളുടിച്ചിട്ട് രാത്രി വന്ന് കിടക്കുമ്പോൾ ഓനെന്ന് നന്നാക്കണമല്ലോ ഇപ്പോഴാലോചിക്കണം സഹോദരങ്ങളെ. ഏതെങ്കിലും ക്യാമ്പസിലെ അന്യ ആൺകുട്ടികളുമായി രഹസ്യ ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് പ്രായപൂർത്തിയെത്തിയ മകളെ ഉപദേശിക്കാൻ തുടങ്ങുന്നത്. സഹോദരങ്ങളെ, വല്ല കാര്യം ഉണ്ടാവും? അപ്പൊ നമുക്ക് ഉപദേശിക്കാൻ പറ്റും. നാട്ടുകാരോട് പറയേണ്ടി വരും ഉപദേശിക്കാൻ. പള്ളിക്കത്തെ മൗലവിനെ വിളിക്കേണ്ടി വരും. ചെറിയ ഉപദേശം കൊടുക്കണം നമ്മളെ കുട്ടിക്ക് എന്ന് പറയേണ്ടി വരും. അപ്പോഴേ പറ്റൂ. സഹോദരങ്ങളെ, മക്കളെ വളർത്തൽ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കണം. അതാ നമ്മുടെ ജോലി. ബിസിനസ്സാ. എന്ത് തിരക്കുണ്ടെങ്കിലും സഹോദര, നിന്റെ ജീവിതത്തിൽ നിനക്ക് വരാനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി നിന്റെ മക്കൾ നിനക്കുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. നീ ഒരു പുരുഷായുസ്സുകാലം സമ്പാദിച്ച് നിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ പ്രായപൂർത്തിയായ ഒരു മകനോ മകളോ മതി.
നിന്റെ വീടും പറമ്പും മുഴുവൻ വിറ്റ് കിട്ടുന്ന സമ്പത്ത് മുഴുവനും നിനക്കന്യാധീനപ്പെട്ടു പോകാൻ ഒരു മകനോ ഒരു മകളോ ഉണ്ടായാൽ മാത്രം മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, തിരക്കിനിടയിൽ മറന്നു പോകാതെ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ കാര്യം. മക്കളെ ആ രൂപത്തിൽ വളർത്തിയവർക്ക് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കളോട് തിരിച്ചുള്ള ബന്ധം അതെ ശരിക്ക് നിർവഹിച്ചാൽ തന്നെ സമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റുള്ളൂ. സഹോദരങ്ങളെ, ശരിക്ക് നിർവഹിച്ചാൽ, ഉമ്മനെ ബോധ്യപ്പെടുത്തിയാൽ പോലും പോരാ, നമ്മുടെ മനസ്സാക്ഷിനെ ബോധ്യപ്പെടുത്തണം. ഉമ്മ സന്തുഷ്ടയായിരിക്കാം, വാപ്പ സന്തുഷ്ടനായിരിക്കാം, എന്ത് എൻ്റെ കുട്ടി എനിക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ നമ്മുടെ മനസ്സാക്ഷി പറയുന്നു നമ്മളതിന് തയ്യാറല്ലെന്ന്, നമ്മളതിന് സന്നദ്ധനല്ലെന്ന്. സമാധാനം കിട്ടൂല. ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്ന സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താ വെച്ചാൽ ഭർത്തൃ വീട്ടിൽ വന്ന് ജോലി ചെയ്യാൻ ഇപ്പോഴത്തെ പുതിയ പെൺകുട്ടികൾക്ക് അറിയില്ല. എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അറിയണമല്ലോ. ഒരു പാല് തിളപ്പിക്കാൻ പോലും അറിയാതെയാണ് വന്നത്. അറിയാം അതെന്താ? ഒരു ഉമ്മ പറഞ്ഞാൽ എന്താ, ഞാൻ അവളെ അങ്ങനെ ഒരു വീട്ടു ജോലിക്ക് വിടാനല്ല ഉദ്ദേശിക്കുന്നത്. അവൾ നല്ല ഉദ്യോഗസ്ഥയാകും, അവൾക്ക് സർവൻസ് ഉണ്ടാവും. പിന്നെ അവളെന്തിനാ ചായ ഉണ്ടാക്കാൻ പഠിക്കണേ? അവളെന്തിനാ ചോറുണ്ടാക്കാൻ പഠിക്കണേ? ഒരു ഉമ്മ ഓപ്പണായിട്ട് പറഞ്ഞതാണ്, തുറന്നു പറഞ്ഞതാണ് ഒരു ഉമ്മ. ഉമ്മമാരെ മനസ്സിലാക്കി അവളത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൾ ഉദ്യോഗസ്ഥയാകും, വരുമാനമുള്ളവരാകും, അതിനുള്ള അവസ്ഥകൾക്ക് ഉണ്ടായിക്കൊള്ളുന്നതാണ് സാഹചര്യങ്ങളാണ്. സഹോദരങ്ങളെ, അങ്ങനത്തെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ അവിടെ ഭർത്താവിൻ്റെ വാപ്പിയമ്മയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മരുമക്കൾ 1, 2, 3, 4, 5 ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആത്മാർത്ഥമായി വീട്ടുജോലികൾ ചെയ്യുന്ന ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും സ്നേഹിക്കുന്ന നല്ല പെൺകുട്ടികൾ ഉണ്ടാവും. പക്ഷേ ചിലർ ഒരല്പം സമർത്ഥന്മാരായ ആളുകളും ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിൽക്കാതിരിക്കുകയും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടാകും. സഹോദരങ്ങളെ, സാമർത്ഥ്യങ്ങൾ എവിടെയും നല്ലതാണ്. പക്ഷേ നമ്മുടെ ബന്ധുക്കളോടും കുടുംബങ്ങളോടും ചെയ്യുന്ന സാമർത്ഥ്യങ്ങളുണ്ടല്ലോ, വല യഹീഖുൽ മക്റു സയ്യി ഇല്ലാ ബി അഹ്ലിഹി, എല്ലാ കുതന്ത്രങ്ങളും അവനവന്റെ തലയിലേക്ക് തന്നെ തിരിച്ചു വരും ഒരു നാൾ. ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിച്ചവർക്ക്, മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്തിയവർക്ക് സന്തോഷത്തോടെ ഉറങ്ങാം. എൻ്റെ വാപ്പനിമ്മനി ഞാൻ നേരെ നോക്കിയിട്ടുണ്ട്, എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു, സുഖമായിട്ട് ഉറങ്ങാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഖുർആൻ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ സ്ഥലം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നമുക്ക് അങ്ങനെ അവരെ മനസ്സിന്ന് അങ്ങനെ വിട്ടുകളയാൻ പറ്റൂല. എന്തേ? വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു കുർഹാ വവളഅതുഹു കുർഹാ. എന്താണ് സഹോദരങ്ങളെ, ആ ഗർഭം ചുമന്നതും പ്രസവിച്ചതും എന്തുമാത്രം പ്രയാസങ്ങൾ സഹിച്ചാണ് അല്ലാഹ് എടുത്തു പറഞ്ഞത്. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ബുദ്ധിമുട്ടിന് മേൽ ബുദ്ധിമുട്ട്, പ്രയാസത്തിന് മേൽ പ്രയാസം. എന്താ പ്രയോഗം? നല്ലോണം ഇടങ്ങേറായിട്ടാണ് ഓരോ വാപ്പയും ഉമ്മയും മക്കളെ വളർത്തുന്നത്. അതുകൊണ്ട് ശരിക്ക് അനിഷ്കുർലീ വലിവാലിദൈക്ക് വഇലയ്യൽ മസ്വീർ. അനിഷ്കുർലീ വലിവാലിദൈക്ക്, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നന്മ ചെയ്തോ. പടച്ചോൻ നോക്കി നിങ്ങൾ കൂട്ടി പറഞ്ഞത്, എനിക്കും നന്ദി ചെയ്തോ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്തോ. സഹോദരങ്ങളെ, ജീവിത സംതൃപ്തി, ജീവിതത്തിൽ വന്നു ചേരാവുന്ന പ്രതിസന്ധികളെ ദൂരീകരിക്കാൻ മാതാപിതാക്കളോടുള്ള ശരിയായ പെരുമാറ്റം കുടുംബജീവിതത്തിന്റെ അനിവാര്യ ഘടകമാണ്. അത് നിർവഹിക്കാത്തവർക്ക് മാനസികമായ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒഴിവായി പോകാൻ പറ്റൂല. നമ്മുടെ മക്കളോടുള്ള ബന്ധം, മാതാപിതാക്കളോട് ബന്ധം, ഭാര്യ ഭർത്തൃബന്ധം, എല്ലാറ്റിലും ശരിയായ ഒരു ഇസ്ലാമികമായ അവസ്ഥ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ അടിസ്ഥാന കാര്യം എന്തായിരിക്കണം? നമ്മുടെ വിശ്വാസമായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള വിചാരം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സഹോദരങ്ങളെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചായിരിക്കും. ഒരു സ്ത്രീ എന്ന നിലക്ക്, ഒരു കുടുംബനാഥ എന്ന നിലക്ക് അള്ളാഹു ചോദിക്കുമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി എടുത്തു പറഞ്ഞ കാര്യമാണ് വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹ.
ഭർത്താവിൻ്റെ വീട്ടിലെ അവിടുത്തെ ഭരണകർത്താവ്, കുടുംബനാഥ അവളാണ്. സഹോദരിമാരെ, ഒരു വീട് 30 കൊല്ലം ഭരിച്ചോ നിങ്ങൾ? 30 കൊല്ലം ഒരു വീട്ടുകാരത്തിയായി ഒരു ഭർത്താവിൻ്റെ കീഴിൽ നിങ്ങൾ ജീവിച്ചോ? ആ 30 വർഷത്തെ പെരുമാറ്റങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ മക്കളോട്, ആ വീട്ടിൻ്റെ കൈകാര്യകർത്തൃത്വങ്ങളോട് അനാവശ്യമായി നാം ശ്രദ്ധയില്ലാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഭക്ഷണ സാധനങ്ങൾ, ധൂർത്തായും പൊങ്ങച്ചമായും ചിലവഴിച്ച സമ്പാദ്യങ്ങൾ, മക്കളോടുള്ള ഇടപെടലുകൾ, ഭർത്താവിനോട് പറഞ്ഞ വാക്കുകൾ എല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരാനുണ്ട്. ഒരു പിതാവാണോ സഹോദരങ്ങളെ ലേബർ റൂമിൽ നിന്ന് ആദ്യത്തെ ഭാര്യയുടെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഒരു കുട്ടിനെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭാരമേറ്റെടുത്ത ഒരു ഭരണാധികാരികളെക്കാളും ബേജാറോട് കൂടെയാണ് ആ കുട്ടിനെ വാങ്ങേണ്ടത്. പടച്ചോനെ, ഈ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ ഇതിനെ മാന്യമായി വളർത്തി നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ ഉത്തരവാദിത്ത ബോധം, ഈ കടമ നിർവഹണം ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉത്തരവാദിത്തത്തോടുകൂടെ കാണാൻ പറ്റണം നമുക്ക് നമ്മുടെ ജീവിതത്തെ. അത് നിർവഹിക്കണമെങ്കിൽ നാളെ ഇതിലൊരു ചോദ്യം ചെയ്യൽ എനിക്ക് വരാനുണ്ട്, നാളെ ഒരു വിചാരണ എൻ്റെ മുന്നിൽ വരാനുണ്ടെന്നുള്ള ഏറ്റവും വലിയ സത്യം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. സഹോദരങ്ങളെ, ഏറ്റവും വലിയ സ്വപ്നം എന്താ ദുനിയാവിൽ? എന്താ ഏറ്റവും വലിയ സ്വപ്നം? അതാണ് എനിക്ക് നിങ്ങളോട് ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം പറയാനുള്ളത്. ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നാം നേടാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം ഏതാണ്? ഏതാണ് ആ സ്വപ്നം സഹോദരങ്ങളെ? ഞാൻ പറയാം. ഈ കഴിഞ്ഞ നമ്മുടെ പ്രോഫ്കോണിൻ്റെ നഗരിയിൽ വെച്ചുകൊണ്ട് ഒരു വീട്ടമ്മ, ഒരു 55 വയസ്സായ ഒരു സ്ത്രീ, പെട്ടെന്ന് ആകസ്മികമായി ഭർത്താവ് അവരുടെ മടിത്തട്ടിൽ വെച്ചു മടിയിൽ കടന്നു മരിച്ചു. ഒരു പ്രഭാതത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഭർത്താവ് മരിച്ചു. ജീവിതത്തിൽ അങ്ങേയറ്റം മനസ്സിണങ്ങി ജീവിച്ചതുകൊണ്ട് ആ മരണം അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല. അങ്ങനെ ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് അവരുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലായപ്പോൾ ഒരു പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ, അതുവരെ നനയാത്ത കണ്ണുകൾ അപ്പോൾ നനഞ്ഞു. ഒരു സംശയം ചോദിച്ചോട്ടെ, എന്താണ്? അങ്ങനെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കും നാളെ പരലോകത്തെന്ന് പറയുന്നു. അയാളോടൊപ്പം പരലോകത്ത് ജീവിക്കാൻ ഈ വിവാഹം തടസ്സമാകുന്നില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാമെന്നാണ് മറുപടി. സഹോദരങ്ങളെ, അവിടെ ഒരു സ്വപ്നമുണ്ട്, മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന സ്വപ്നം. അതേതാണ്? ഇതുവരെ എന്നോടൊപ്പം ജീവിച്ച് എൻ്റെ മടിയിൽ കിടന്ന അയാൾ നാളെ അനശ്വരമായ ലോകത്തിൻ്റെ പൂന്തോട്ടങ്ങളിൽ, അവിടുത്തെ അരുവികളുടെ തീരങ്ങളിൽ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന സ്വപ്നം. അത് പരലോകത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവരുടെ, അതിൽ യാഥാർത്ഥ്യബോധമുള്ളവരുടെ സ്വപ്നമാണ്. സഹോദരങ്ങളെ, അതിനോടൊപ്പം നമ്മുടെ മക്കളുണ്ടാവാൻ, നമ്മുടെ കുടുംബങ്ങളുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് നഷ്ടക്കാരെന്ന് ഖുർആൻ വിളിച്ചത് ആരെയാണെന്നറിയുമോ? ഖുൽ ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. നഷ്ടക്കാരെന്ന് പറയുന്നവർ സ്വന്തങ്ങളെയും സ്വന്തം കുടുംബങ്ങളെയും പരലോകത്തു നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതം നാളെ പരലോകത്ത് എനിക്ക് പ്രയോജനം ചെല്ലുന്ന എന്തെങ്കിലും കാര്യം ജീവിതം കൊണ്ടെനിക്ക് മരണത്തിന് പുറത്തു ചെയ്യാനായില്ലെങ്കിൽ, എൻ്റെ പരലോകത്തെ സഹായിക്കാൻ എനിക്കിവിടെ വെച്ച് സാധിച്ചില്ലെങ്കിൽ ഞാനാണ് നഷ്ടക്കാരൻ. ഹസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. സ്വന്തം കുടുംബങ്ങളെ പരലോകത്ത് നഷ്ടപ്പെട്ടവനാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അറിഞ്ഞേക്കുക, ഏറ്റവും വ്യക്തമായ നഷ്ടം നാളെ പരലോകത്ത് സ്വന്തങ്ങളെയും കുടുംബങ്ങളെയും നഷ്ടപ്പെട്ടവരാണ്. നാളെ ഇന്ന് വീട്ടിൽ നിന്ന് പോകുന്നവരൊക്കെ നാളെ നമ്മളൊപ്പം ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, അതാണ് വലിയ നഷ്ടം. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ജന്നാത്തു അദ്നിൻ, ശാശ്വത സ്വർഗ്ഗങ്ങൾ, യദ്ഖുലൂനഹാ, അതിൽ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, സ്വന്തം പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും
നന്നായി ജീവിച്ചവർ നാളെ സ്വർഗത്തിന്റെ പൂവാടികളിൽ, ആരാമങ്ങളിൽ, പറുദീസകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. വദുർരിയാത്തിഹിം, നന്നായി ജീവിച്ച മക്കളും ഉണ്ടാകും നാളെ സ്വർഗത്തിൽ. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ കടന്നു വരുന്നത് യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് കാണുന്ന ആ ലോകത്ത് മക്കളും കുടുംബങ്ങളും ഭാര്യയും സന്താനങ്ങളും ഒന്നിച്ചുണ്ടാവുക. അതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഒരു ചെറിയ അവലോകനം നമ്മുടെ ഈ ക്ലാസ്സിനു ശേഷം ഇന്നു തിരിച്ചു നിന്ന് ഉറങ്ങും മുമ്പ് ഭാര്യയോടും മക്കളോടുമൊത്ത് സഹോദരങ്ങളെ, ഈ യാത്രയിൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകുമോ, അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ദീനിലേക്കുള്ള ഒരു മടക്കം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കുമോ, ഒന്നിച്ചത് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ നമ്മുടെ കുടുംബ ദാമ്പത്യ ബന്ധങ്ങളെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുമോ, ഈ ചിന്തകൾ നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട്. പരിഹാരത്തിന് പകരം പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നത് ഒരിക്കലും പരിഹാരമല്ല. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് പരിഹാരമായി കാണുന്നത്. ആത്മഹത്യ ഒരു പരിഹാരമാണ്, പക്ഷേ അത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്, അത് പരിഹാരമല്ലല്ലോ. സഹോദരങ്ങളെ, വഴക്കടിക്കലും ത്വലാഖ് ചെയ്യലും പരിഹാരമാണോ? ചില സന്ദർഭങ്ങളിൽ പരിഹാരമാകാം, ചില സന്ദർഭങ്ങളിൽ അത് ഏറ്റവും വലിയ പ്രതിസന്ധിയാകാം. അതുകൊണ്ട് ചർച്ച ചെയ്തും ആലോചിച്ചും ഉള്ളു തുറന്ന് സംസാരിച്ചും പ്രശ്നങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി പരിഹരിച്ച് മക്കളോടും ഇണകളോടും മാതാപിതാക്കളോടും നല്ല ബന്ധം സ്ഥാപിച്ച് ഭൗതിക ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ കുടുംബജീവിതം ആസ്വാദകരമായി അനുഭവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ